ജപ്പാനും ജപ്പാന്റെ വികസന കുതിപ്പും കണ്ട് കണ്ണു മഞ്ഞളിക്കാത്തവരുണ്ടാകില്ല. അതിശയിപ്പിക്കുന്ന വികസന മാതൃകകൾ കൊണ്ട് എന്നും വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ സന്ദർശിക്കണമെന്ന് നമ്മളിൽ പലരും ആഗ്രഹിക്കാറുമുണ്ട്. ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിൻ യാത്രയാണ് പലരും ആഗ്രഹിക്കുന്ന ഒരു അനുഭവം. ആ രാജ്യത്തെക്കുറിച്ച് തന്നെ അറിയുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ ബുള്ളറ്റ് ട്രെയിൻ യാത്ര. ജപ്പാൻ മോഡൽ ബുള്ളറ്റ് ട്രെയിൻ നമ്മളും ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ ആ ആഗ്രഹം അധികം വൈകാതെ തന്നെ സഫലമാകുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന പ്രതീക്ഷ. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ബംഗളൂരുവിൽ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ചെയർകാർ ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിക്കുന്നതിനായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സെപ്റ്റംബർ 5-ന് ടെൻഡർ ക്ഷണിച്ചിരുന്നു. ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 280 കിലോമീറ്ററും പ്രവർത്തന വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററുമാണ്. ട്രെയിനുകൾ ബംഗളൂരുവിലെ BEML പ്ലാന്റിൽ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പുറംചട്ടയിലാണ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത്. BEML മാത്രമാണ് 2 8 കാർ ട്രെയിൻ സെറ്റ് നിർമ്മിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചത്. ടെൻഡർ നടപടികളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമെടുക്കും. 2 ട്രെയിനുകൾക്കുള്ള ചെറിയ ഓർഡർ ആയതിനാൽ മറ്റ് കമ്പനികളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. 2.5 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ യു സുബ്ബറാവു പറഞ്ഞു. BEMLും മേധ സെർവോ ഡ്രൈവ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നായിരിക്കും ട്രെയിനിന്റെ നിർമ്മാണം നടത്തുക. BEMLന്റെ ട്രെയിൻ ബോഡികൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും മേധയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം കഴിവുകളും ഉപയോഗിച്ച് യൂറോപ്യൻ നിലവാരം പുലർത്തുന്ന ഹൈ സ്പീഡ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ കരാറിന്റെ തുക എത്രയാണെന്ന് BEMLോ മേധ സെർവോ ഡ്രൈവ്സോ വ്യക്തമാക്കിയിട്ടില്ല. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴിയിലാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. 508 കിലോമീറ്റർ MAHSR ഇടനാഴി മഹാരാഷ്ട്രയിലെ മുംബൈയെയും ഗുജറാത്തിലെ അഹമ്മദാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. 1.1 ലക്ഷം കോടിയാണ് പാതയുടെ നിർമ്മാണ ചെലവ്. നേരത്തെ ജാപ്പനീസ് സാങ്കേതിക വിദ്യയിൽ തീർത്ത ഷിൻകാൻസൻ E5 ട്രെയിനുകളാണ് ഈ പാതയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളാണിവ. എന്നാൽ ഈ ട്രെയിനുകളുടെ വില താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് അതിവേഗ ട്രെയിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത്. BEMLന്റെ കാർബോഡി കഴിവും മേധയുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം വൈദഗ്ധ്യവും ഉപയോഗിച്ച് യൂറോപ്യൻ നിലവാരത്തിലുള്ള തദ്ദേശീയ ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. മേധ വികസിപ്പിച്ച പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് 160 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നിലവിൽ മേധ കമ്പനി. അതേസമയം BEML ഈ വേഗതയുമായി യോജിച്ചു പോകാൻ സാധിക്കുന്ന ട്രെയിൻ ബോഡികളുടെ ഘടന വികസിപ്പിക്കുകയാണ്. 2026 ഡിസംബറോടെ മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയുള്ള ആദ്യ ട്രെയിൻ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MAHSR ലൈനിലെ സൂറത്ത് ബിലിമോറ സെക്ഷനിലാകും പരീക്ഷണയോട്ടം നടക്കുക. ട്രെയിനിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 174 ആയിരിക്കും. സ്റ്റാൻഡേർഡ് 3+2 സീറ്റിംഗ് ക്രമീകരണമുള്ള 7 ട്രെയിൻ ബോഗികളും 2+2 സീറ്റുകളുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഗിയും ട്രെയിനിലുണ്ടാകും. യാത്രക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഭാവിയിൽ കോച്ചുകളുടെ എണ്ണം 12 മുതൽ 16 വരെ വർദ്ധിപ്പിക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രാജ്യം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. യാത്രകളുടെ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ വിധി മാറ്റിമറിക്കുവാൻ ശക്തമാണ് ഈ പദ്ധതി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രെയിൻ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുമ്പോൾ സ്റ്റേഷനുകളുടെ നിർമ്മാണവും പാളത്തിന്റെ പ്രവർത്തനങ്ങളും യുദ്ധകാല അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. കണ്ടാൽ വിമാനത്താവളങ്ങളെ വെല്ലുന്ന സ്റ്റേഷനുകളാണ് തയ്യാറാകുന്നത്. ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകളുടെ അലൈൻമെന്റിൽ എല്ലാ ഭാഗങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ 8 സ്റ്റേഷനുകളുടെയും അടിസ്ഥാന ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. മാത്രവുമല്ല, സൂപ്പർ സ്ട്രക്ചറുകളുടെ നിർമ്മാണം വിപുലമായ ഘട്ടത്തിലാണെന്നും നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചു. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയിലെ എല്ലാ സ്റ്റേഷനുകളിലും ഏറ്റവും മികച്ചതും ആധുനികവുമായ സൗകര്യങ്ങളാണ് ലഭ്യമാക്കുക. ടിക്കറ്റിംഗ്, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ബിസിനസ് ക്ലാസ് ലോഞ്ച്, നഴ്സറി, വിശ്രമമുറികൾ, പുകവലി മുറികൾ, ഇൻഫർമേഷൻ ബൂത്തുകൾ, റീറ്റെയിൽ സെന്ററുകൾ, പൊതുവിവര അറിയിപ്പ് സംവിധാനം എന്നിവ ഉണ്ടായിരിക്കും.
കൂടാതെ ഓട്ടോകൾ, ബസ്സുകൾ, ടാക്സികൾ എന്നിങ്ങനെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കും മെച്ചപ്പെട്ടതും വേഗമേറിയതും തടസ്സരഹിതവുമായ കണക്ടിവിറ്റിക്കായി എല്ലാ അടിസ്ഥാന ഗതാഗത മാർഗങ്ങളുമായും സംയോജിപ്പിക്കും. ചില സ്റ്റേഷനുകളെ ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബാക്കി വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്.